ഗാന്ധിജിനെ വിശ്വസിക്കുന്ന ആൾക്കാർ കോൺഗ്രസിൽ നിന്ന് മാറില്ല, കോൺഗ്രസിൽ പോകില്ല, അടിയുറച്ച് നിൽക്കും. ഗാന്ധിജി ഈ തവണ എത്തിച്ചില്ല, പിന്നെന്തിനാ കോൺഗ്രസ്? നമ്മൾ KPCCയുടെ ലീഡർ സമ്മിറ്റിലാണുള്ളത്. നേതാക്കളൊക്കെ തന്നെ അവിടെ മീറ്റിംഗിലാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കണ്ടുപിടിക്കണേ. എന്താ പേര്? മമ്മു. എവിടുന്ന വരുന്നേ? ബത്തേരി. കണ്ട ഒരു ഗാന്ധിയുടെ ലുക്കുണ്ട്. സെക്കൻഡ് ഗാന്ധിയാ. വയനാട്ടിലെ സെക്കൻഡ് ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ആളാണ്. വയനാടൻ ഗാന്ധി. വയനാടൻ ഗാന്ധി. കോൺഗ്രസിന്റെ എല്ലാ പരിപാടിക്കും പങ്കെടുക്കാറുണ്ട്. അതുണ്ട്. നേതാക്കന്മാരൊക്കെ കണ്ടോ? കണ്ടിട്ടില്ല, കാണാൻ. ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ ആണ്. അപ്പൊ പ്രചരണ രംഗത്തൊക്കെ സജീവമായിട്ട് എല്ലാ വർഷത്തും ഉണ്ടാവും. ഞാൻ കറ കയറുന്ന കോൺഗ്രസ്സുകാരന്. അത് എന്റെ മരണം വരാൻ തന്നെ ഉണ്ടാവും. ഗാന്ധിജി മരിച്ചിട്ടില്ല, ജീവിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഇതാണ് ഇത്. ഞാൻ ഇപ്പോഴല്ല, കുറെ കാലമായി അവൻ നടക്കുന്നു, നമ്മൾ പോകുന്നു. ഗാന്ധിജി ജീവിച്ചിരിപ്പുണ്ട്. ഗാന്ധിജിന്റെ പേരിൽ ഇനി കോൺഗ്രസ് അതിപ്പിടിക്കില്ല, ഉയരേ ഉള്ളൂ. അതിപ്പിടിക്കുന്നത് മറ്റുള്ള ചില ഘടകകക്ഷികളും മറ്റുള്ളവരാണ്. പക്ഷെ കോൺഗ്രസ് തെറ്റൊന്നും ചെയ്യുന്നില്ല. ചെയ്യിപ്പിക്കുകയാണ് ചെയ്ത് എന്ന് പറഞ്ഞുണ്ടാക്കുക എന്നല്ലാതെ കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്യില്ല. അത് ഉറപ്പാണ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഗാന്ധിജിനെ വിശ്വസിക്കുന്ന ആൾക്കാർ കോൺഗ്രസിൽ നിന്ന് മാറില്ല, കോൺഗ്രസിൽ പോകില്ല, അടിയുറച്ച് നിൽക്കും. ഗാന്ധിജി ഈ തവണ എത്തിച്ചില്ല, പിന്നെന്തിനാ കോൺഗ്രസ്? എത്തിക്കും, ഉറപ്പായി എത്തിക്കും. ഉണ്ട്, അങ്ങേയറ്റം വരെയുള്ള പ്രതീക്ഷയുണ്ട്. കാരണം അത്രയ്ക്കും ദൈവികമായിട്ടുള്ളൊരു സംഭവം കോൺഗ്രസ്സുകാർക്ക് ഉള്ളത്. ഇന്ന് അടിമുടി അടക്കം നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന പിണറായി വിജയൻ ആ പാർട്ടിയല്ല കോൺഗ്രസ്. കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്യില്ല, ഒരു കാലത്തും ചെയ്യില്ല. ഇനി ചെയ്യാതിരിക്കട്ടെ എന്ന് എൻ്റെ ആത്മവിശ്വാസത്തോടുകൂടെ മഹാത്മാഗാന്ധിൻ്റെ ആ ഒരു എന്താണെന്ന് പറയാ, അയാളുടെ ആ വ്യക്തിയുടെ ആ നേതാജിന്റെ സത്യസന്ധത പറയാണ്, കോൺഗ്രസ് നശിക്കില്ല, കോൺഗ്രസ് ഉയർന്നു വരും. അതുറപ്പാണ്. എന്തായാലും വലിയ പ്രതീക്ഷയാണ് വയനാടൻ ഗാന്ധി ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത്. കോൺഗ്രസിനെ ഇത്തവണ എന്തായാലും അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ. ക്യാമറ പേഴ്സൺ ബാബീഷ് കക്കോടിക്കൊപ്പം ഫൈസ് നെടുമ്പാല, മീഡിയ 1.